കരിമണി, വായ തുറന്നു പറയടാ അഹങ്കാരി. സുഭദ്രമ്മ ആക്രോശിച്ചു. എങ്ങനെ തോന്നിയടാ നിനക്ക് ഈ പാവം പെങ്കൊച്ചിനെ ചതിക്കാൻ? ഒന്നുമില്ലെങ്കിലും നീ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതല്ലേ? പ്രഭയെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് സുഭദ്രാമ്മ ചോദിച്ചു, അമ്മേ, ഞാൻ വിളിക്കരുത് എന്നെ അങ്ങനെ. എന്തിനെയാണോ ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നത് അത് തന്നെ സംഭവിച്ചു. ഈ വൃത്തികെട്ട കീടത്തിനെ തറവാട്ടിലേക്ക് വലിച്ചിടരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു വാക്ക് കേട്ടോ? എന്നിട്ട് എന്തായി? കണ്ടില്ലേ, മാനസപുത്രി നമ്മുടെ മോൻ്റെ ജീവിതം വെണ്ണീറാക്കി. സുഭദ്രാമ്മ ഭ്രാന്തമായി രാഘവൻ നായർക്ക് നേരെ കയർത്തു. ഇങ്ങോട്ടിറങ്ങി വാടി ഉരുമ്പെട്ടോളെ. സപ്രപഞ്ചത്തിലിരുത്തി ഈ തറവാടിൻ്റെ റാണിയാക്കി എന്നെ വാഴിക്കൊന്ന് കരുതിയോ നീ? നന്ദിതയുടെ കയ്യിൽ പിടിച്ച് സുഭദ്രാമ്മ അവളെ നിലത്തേക്കിട്ടു. രാഘവൻ നായരുടെ കാൽക്കലേക്ക് അവൾ വന്നു വീണു. രാഘവ മാമേ, ശ്രീയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും കണ്ണിൽ തെറ്റായി പിണഞ്ഞതാണ്. അതല്ല സത്യം. നന്ദിത ഇരു കൈകളും രാഘവൻ നായരുടെ പാദങ്ങളിൽ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ ഇരു ചുമലിലും പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് രാഘവൻ നായർ അവളെ അകറ്റി മാറ്റി നിർത്തി. സ്വന്തം മോളെപ്പോലെ കണ്ട് സ്നേഹിച്ചതിനുള്ള ശിക്ഷ. ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല മോളെ. നിറഞ്ഞ കണ്ണുകൾ മുന്നിൻ്റെ തലപ്പുകൊണ്ട് തുടച്ച് അദ്ദേഹം മുറിവിട്ടിറങ്ങിപ്പോയി. പ്രഭേ, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. നമ്മുടെ സ്നേഹത്തിൽ നിനക്കല്പം വിശ്വാസമില്ലേ? ശ്രീനാഥ് മെല്ലെ പ്രഭയുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. തൊട്ടു പോകരുതെന്നെ. പൊട്ടിത്തെറിച്ച അവളുടെ കൈകൾക്ക് പോലും അഗ്നിയുടെ ചൂടാണെന്ന് ശ്രീനാഥിന് തോന്നിപ്പോയി. സ്നേഹമോ? എന്ത് സ്നേഹം? ഇവളോട് ആദ്യമേ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഒഴിഞ്ഞു തന്നേലേനി. എനിക്ക് പറയാനുള്ള സാവകാശമെങ്കിലും താടോ പ്ലീസ്. നോ, എനിക്കൊന്നും കേൾക്കണ്ട. കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും കേട്ടറിയാൻ എനിക്കറിയില്ല. ഞാൻ പോവാണ്. ഈ ബന്ധം ഞാനോട് ഉപേക്ഷിക്കുന്നു, എന്നേക്കുമായിട്ട്. ശ്രീനാഥിനെ കടന്ന് പ്രഭ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും നന്ദിത ഓടി വന്നു വാതിൽക്ക് തടസ്സം നിന്നു. അരുത്, പോകരുത്. പ്രഭ വിചാരിക്കും പോലെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒന്നാണ് താനിവിടെ കണ്ടത്. ഒരു തെറ്റും നടന്നിട്ടില്ല. അണുവിട പോലും ശ്രീയേട്ടനൻ പ്രഭയെ വഞ്ചിച്ചിട്ടില്ല. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. പ്രഭ നന്ദിതയെ തള്ളി മാറ്റി. പ്രഭ, ഞാൻ എന്നും വെച്ച് ആരാധിക്കുന്ന എൻ്റെ ദേവിയാണ് സത്യം. ശ്രീയേട്ടൻ പ്രഭയെ ചതിച്ചിട്ടില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദിത പ്രഭയ്ക്ക് മുമ്പിൽ കൈകൂപ്പി. കാല് പിടിക്കാൻ ഞാൻ. ഈ വിവാഹം ഞാൻ കാരണം മുടങ്ങാനിടവരരുത്. അങ്ങനെ അച്ഛാ, ജീവൻ ഒടുക്കും ഞാൻ. പുച്ഛത്തോടെ നന്ദിതയെ നോക്കി പ്രഭ. പഠിച്ച കള്ളിയാ നീ. എല്ലാവരും തഴഞ്ഞിട്ടും ഒരനീതിയെ പോലെ സ്നേഹിച്ചതല്ലേ ഞാൻ. അവസാനം എൻ്റെ ജീവിതം തന്നെ നീ തച്ചുടച്ചില്ലേ. എല്ലാം നീ പറഞ്ഞ ദേവി തന്നെ എൻ്റെ മുന്നിലേക്ക് കാണിച്ചു തന്നതായിരിക്കും. അതാണല്ലോ മറ്റൊരാളെ പറഞ്ഞുവിടാതെ എനിക്ക് തന്നെ ഇവിടേക്ക് വരാൻ തോന്നിയേ. അല്ലെങ്കിൽ ഇത്ര ഭംഗിയുള്ള കാഴ്ചകൾ എനിക്കിനി കാണാൻ പറ്റില്ലായിരുന്നു. നന്ദിതയെ തള്ളി മാറ്റിക്കൊണ്ട് പ്രഭ കോണിപ്പടി ഇറങ്ങി. എല്ലാം തകർന്ന മട്ടിൽ നിൽക്കുന്ന ശ്രീനാഥിനെ കണ്ട് നന്ദിതയുടെ ഹൃദയം നുറങ്ങി. ഇതൊരു വിധിയാണ് ഈശ്വര. നന്ദിത വാതിൽക്കലോരം തലവെച്ച് തേങ്ങി. ഊണുമുറിയിൽ ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു എല്ലാവരും. ശ്രീനാഥിനോടുള്ള വെറുപ്പിലും പകയിലും പുകഞ്ഞുകൊണ്ട് പ്രഭ മാത്രം കൂട്ടത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു. കുട്ടികൾക്കൊരബദ്ധം പറ്റി മേനോനെ, അതങ്ങ് ക്ഷമിച്ചൂടെ? നാളെ വിവാഹമാണ്. അത് മുടങ്ങിയാൽ എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാണ്ടാകും. രാഘവൻ നായരുടെ ശബ്ദത്തിനൊരു അപേക്ഷയുടെ സ്വരമുണ്ടായിരുന്നു. സാധ്യമല്ല രാഘവൻ നായരെ. സ്വന്തം കിടപ്പറയിൽ വേറൊരുവൾക്ക് പുതുപ്പ് വിരിക്കുന്നവനെ കെട്ടേണ്ട ഗതികേട് തൽക്കാലം എൻ്റെ മകൾക്കില്ല. പ്രഭയോടായി തിരിഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. അന്നേ പറഞ്ഞതല്ലേ നിന്നോട് ഈ ബന്ധം നമുക്ക് യോജിച്ചതല്ലെന്ന്. നിന്റെ ഒറ്റൊരാളുടെ പിടിവാശിയിലാണ്
ഇന്നീ അവസ്ഥയിൽ നിന്നെ കൊണ്ട് എത്തിച്ചത്. എന്നോട് ക്ഷമിക്കൂ പപ്പ. കരഞ്ഞുകൊണ്ട് പ്രഭ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്കറിയില്ലായിരുന്നു പപ്പ. മറ്റാരേക്കാളും എന്നേക്കാളും അധികം ഞാൻ ഇയാളെ വിശ്വസിച്ചു. അതെനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ വാങ്ങി തരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു. പിടിവാശിയുടെ കരച്ചിലിൻ്റെ പുറത്താണ് എൻ്റെ മോൾക്ക് അവനെ നേടാനുള്ള സമ്മതം ഞാൻ കൊടുത്തത്. വിശ്വാസവഞ്ചനയിലൂടെ എൻ്റെ മകൾ ഇന്ന് വീണ്ടും കരഞ്ഞു. അതിന് ഞാൻ അവനോട് പൊറുക്കില്ല. ഒരിക്കലും. ഈ ബന്ധത്തിൻ്റെ ആയുസ് ഇന്നോടെ തീർന്നു. പ്രഭയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോകാൻ ഇറങ്ങിയതും സുഭദ്രാമ അവരെ തടഞ്ഞു. ഈ ബന്ധം നടന്നില്ലെങ്കിൽ താൻ സ്വപ്നം കണ്ടതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി പോകുമെന്ന് അവർക്കറിയായിരുന്നു. പ്രഭമോളെ, കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. നീ ഇങ്ങനെ ഇറങ്ങിപ്പോയാലോ? അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ തന്നെ നീ തന്നെയല്ലേ മോളെ അത് ശരിപ്പെടുത്തി കൊടുക്കേണ്ടത്? സുഭദ്രാമ അനുനയത്തോടെ കാര്യങ്ങൾ വരുതിയിലാക്കാനൊരു ശ്രമം നടത്തി നോക്കി. അവരുടെ കൈകൾ തൻ്റെ ദേഹത്തു നിന്നും ബലമായി എടുത്തു മാറ്റിക്കൊണ്ട് തീ പാറുന്ന കണ്ണുകളോടെ പ്രഭയവരെ ക്രൂദ്ധമായി നോക്കി. സ്വന്തം മോളായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ അവളോട് പറയുമായിരുന്നോ? പുച്ഛത്തോടെ ചിരി കൂട്ടിക്കൊണ്ട് അച്ഛനോടൊപ്പം അവൾ പടിയിറങ്ങിപ്പോയി. വിവാഹത്തിനുള്ള ആളും പേരും നടന്ന സംഭവത്തിൻ്റെ പേരിൽ പല മുറുമുറുപ്പും നടത്തുന്നുണ്ട്. നാളെ വിവാഹം നടന്നില്ലെങ്കിൽ ഈ രാഘവൻ നായർ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തറവാടിൻ്റെ അഭിമാനം, ശ്രീകുട്ടിൻ്റെ ഭാവി എല്ലാം നശിക്കും. നാട്ടുകാരുടെ മുമ്പിൽ തല കുനിച്ച് കളിയാക്കലുകൾക്കിരയായി ഓർക്കും തോറും രാഘവൻ നായർക്ക് കണ്ണീരിൽ ഇരുട്ട് കയറി. പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം കുഴിഞ്ഞ തറയിൽ വീണു. മോനെ, ശ്രീകുട്ട, ഓടി വാടാ മക്കളെ, അച്ഛൻ വീണടാ. സുഭദ്രാമയുടെ ശബ്ദം കേട്ടാണ് ശ്രീനാഥും നന്ദിതയും താഴേക്ക് ഓടിപ്പിടിച്ചു വന്നത്. വണ്ടി എടുക്കണം മോനെ, അച്ഛൻ മിണ്ടണില്ല. രാഘവൻ നായരുടെ തല മടിയിൽ കയറ്റി വെച്ച് സുഭദ്രാമ വലിയ വായിൽ നിലവിളിക്കുകയാണ്. ശ്രീനാഥ് അപ്പോൾ തന്നെ കാറിറക്കി അദ്ദേഹത്തിനെ അതിനുള്ളിലേക്ക് കയറ്റി. അവരുടെ കൂടെ കാറിൽ കയറാൻ തുടങ്ങിയ നന്ദിതയെ സുഭദ്രാമ തള്ളി നിലത്തേക്കിട്ടു. എങ്ങോട്ടാടി മൂദേവി? എൻ്റെ കുടുംബം മുടിപ്പിച്ചപ്പോൾ തൃപ്തിയില്ലടി. നിലത്തേക്ക് കിടന്നുരുണ്ട് പിടയുന്ന നന്ദിതയെ കോപത്തോടെ നോക്കിക്കൊണ്ടവർ കാറിൻ്റെ ഡോർ വലിച്ചടച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? ഐസുവിൻ്റെ മുമ്പിൽ ചങ്കടിപ്പോടെ നിൽക്കുകയായിരുന്ന ശ്രീനാഥ് ഡോക്ടറിനെ കണ്ടതും ചോദിച്ചു. സി മിസ്റ്റർ ശ്രീനാഥ്. ഓക്കെ മിസ്റ്റർ ശ്രീനാഥ്, എന്താണ് കാരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തോ താങ്ങാനാവാത്ത വിഷമം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ ഉലച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്ത്? യെസ്, മൈനർ അറ്റാക്കാണ്. ബട്ട് ഇപ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷന് പുറത്താണ്. ബെറ്റർ കെയർ കൊടുക്കണം. മാക്സിമം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തികളും സംസാരവും വേണ്ട. ഡോണ്ട് വറി, ഹി വിൽ ബി ഫൈൻ. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? സുഭദ്രമ്മ പ്രതീക്ഷയുടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. യെസ്, പക്ഷെ കുറച്ച് നേരത്തേക്ക് അധികം സംസാരിപ്പിക്കരുത്. അത് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് രണ്ടുപേരും ഉള്ളിലേക്ക് കയറി. അച്ഛാ, ശ്രീനാഥ് മെല്ലെ വിളിച്ചു. ക്ഷീണിച്ചു പോയ കൺപോളകൾ തുറന്നുകൊണ്ട് അദ്ദേഹം ദീനമായി നോക്കി. ഇപ്പോഴെങ്ങനെയുണ്ട്? സുഭദ്രാമ്മയുടെ ചോദ്യത്തിന് ചെവി കൊടുക്കാതെ രാഘവൻ നായർ പതുക്കെ ശ്രീനാഥിൻ്റെ കൈകളിൽ പിടിച്ചു. ദേച്ചാ, എന്തെങ്കിലും വേണോ? ഞാനൊന്ന് പറഞ്ഞാൽ അനുസരിക്കില്ലേ എൻ്റെ മോന്? പറഞ്ഞോളൂ അച്ഛാ. വാക്ക് താടാ അച്ഛന്. തഴമ്പിച്ച പരിക്കനായ അച്ഛൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീനാഥ് നിറഞ്ഞ കണ്ണുകളോടെ അതിൽ ചുംബിച്ചു. അച്ഛൻ പറയും, എൻ്റെ ജീവനാ കഴിയുന്ന എന്തും എൻ്റെ അച്ഛനു വേണ്ടി ചെയ്യും ഈ ശ്രീനാഥ്. ജീവൻ വേണ്ട, പക്ഷേ ജീവിതം കൊടുക്കണം നീ. എനിക്കല്ല, നന്ദൂട്ടിക്ക്. പറ്റുമോ നിനക്കത്? ശ്രീനാഥ് രാഘവൻ നായരെ ദയാപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നാളെ വിവാഹം നടക്കണം. വധുവിൻ്റെ നന്ദു ആയിരിക്കണം. സമ്മതമാണെന്ന് പറയെൻ്റെ കുട്ടി. മറുത്തൊന്നും പറയാതെ ശ്രീനാഥ് രാഘവൻ നായരുടെ കൈക്കുള്ളിൽ തൻ്റെ മുഖം പൊത്തി കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. ചായപ്പുമുറിയിൽ തൻ്റെ സാധനങ്ങളെല്ലാം പഴയൊരു എയർ ബാഗിലേക്ക് കുത്തി നിറയ്ക്കുകയാണ് നന്ദിത. ഈ വീട്ടിൽ തന്നെ സ്വന്തമായി കണ്ട ഒരേ ഒരു മനുഷ്യനാണ് താൻ മൂലം ഇന്ന്
ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിടുന്നത്, ജീവന് വേണ്ടി പിടയുന്നത്. ഏത് ഗംഗയിലാണ് താൻ ഈ പാപഭാരം എല്ലാം കഴുകിക്കളയുന്നത്? ആ നല്ല മനുഷ്യന് അരുതാത്തതൊന്നും സംഭവിക്കില്ല എൻ്റെ ദേവി. മരിക്കാത്ത ചില ഓർമ്മകളും പേരെയാണ് താൻ ഇവിടേക്ക് ചേക്കേറിയത്. പോകുമ്പോഴും തനിക്ക് ആ ഓർമ്മകളുടെ കൂട്ട് മാത്രം മതി. അപ്പയുടെയും അമ്മയുടെയും, അച്ഛയുടെയും അമ്മയുടെയും ശ്രീയേട്ടൻ്റെയും ഓർമ്മകളുടെ. മറ്റുള്ളവർക്ക് വിലപിടിപ്പുള്ളതെന്ന് തോന്നാത്ത താൻ ഇതുപോലെ സൂക്ഷിക്കുന്ന പൊടി പിടിച്ച വസ്തുക്കൾ ഓരോന്നായി അടുക്കി കെട്ടിവെച്ചു നന്ദിത. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പകുതി കയറിയ ഫോട്ടോയിലേക്ക് അവൾ നോക്കി. ശ്രീയേട്ടാ, പോവാണ്. ഈ പാപസന്തതി മൂലം ശ്രീയേട്ടനുണ്ടായ അപമാനത്തിന് മാപ്പില്ലെന്നറിയാം. ഇനി ഒരിക്കലും ആരുടെയും കൺവട്ടത്തേക്ക് ഈ കരിമണി ഒരു കരടായി നടന്നുകൂടില്ല. തുടരും.